ഡോക്ടർ ഫസൽ ഗഫൂർ, കശ്മീരിൽ നിന്ന് പലരും പ്രതീക്ഷിച്ചത് ഒരു ഹംഗ് അസംബ്ലിയാണ്. അതിന് കാരണവുമുണ്ട്. പക്ഷേ നമുക്ക് കോൺഗ്രസ് 32 സീറ്റിൽ മത്സരിച്ചെടുത്ത് 6 സീറ്റേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ എന്ന് കാണണം. കശ്മീർ താഴ്വരയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നാഷണൽ കോൺഫറൻസ് നടത്തിയിട്ടുള്ള ഗംഭീരമായ പ്രകടനമാണ് അവിടെ സ്റ്റേബിളായ ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നത്. എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ സജ്ജാദ് ലോണിനോ PDPക്കോ കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ മാൻഡേറ്റിനെ ഒരു തരത്തിൽ ശിഥിലീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ ഒരു ഹംഗ് അസംബ്ലി ഉണ്ടാവേണ്ടതാണ്. ശരിക്കും അവിടെ ഒരു ഭരണം ഉണ്ടാകുന്നു, സ്റ്റേബിളായ ഭരണം ഉണ്ടാകുന്നു എന്നതിന്റെ ക്രെഡിറ്റ് ഒമർ അബ്ദുള്ളക്കല്ലേ? ഞാൻ വളരെ സന്തോഷവാനമാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷെയ്ഖ് അബ്ദുള്ള, ഫാറൂഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള, ആ കുടുംബമാണ്. ആ കുടുംബം വന്നത് PDP വരുന്നതിനെക്കാട്ടും നേരത്തെ നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാന്നേ. അപ്പോൾ അവർ വെറുതെ കയറി മത്സരിച്ച് 10 സീറ്റ് മത്സരിച്ച് എല്ലാം തോറ്റത്. അതേമാതിരി തന്നെ ഈ ഗുലാം നബി ആസാദ് അവിടെ പോയിട്ട് പാർട്ടി ഉണ്ടാക്കി, അതിനും ഒരു സീറ്റും കിട്ടിയില്ല. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ സന്തുഷ്ടം. എന്താ പറയുക, എന്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആതിഷ ചീനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ളയുടെ ആത്മകഥ പഠിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇന്ത്യയോടെ ഉള്ള. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 52 അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ പിടിച്ച അദ്ദേഹത്തെ ദീർഘകാലം പിടിച്ച് ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതേമാതിരി പലപ്പോഴും മന്ത്രിസഭകളൊക്കെ നമ്മൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ മണിപ്പൂരിലും മിസോറാമിലും നാഗാലാൻഡിലും പഞ്ചാബിൽ ബിന്ദർവാലയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇനി അതിൽ 2 പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു പ്രശ്നമുള്ളത് അതിൻ്റെ സംസ്ഥാനം സ്റ്റേറ്റ്ഹുഡ് എന്ന് തിരിച്ചു കൊടുക്കും. സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന സമയം കൊണ്ട് ഇലക്ഷൻ നടത്തണം, ഇന്ന സമയം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്ഹുഡ്, അതായത് സംസ്ഥാനത്ത് പദവി തിരിച്ചു നൽകണം. ഈ 2 സംസ്ഥാനങ്ങളും ജമ്മു ഇതായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ജമ്മുവിലെ MLA-മാർ ഭൂരിപക്ഷവും BJP-യിൽ നിന്നാണ്, കോൺഗ്രസിൽ നിന്ന് ആരുമില്ല. 1-2 പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ളത് NC ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഈ നോമിനേഷനിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. 5 പേരെ നോമിനേറ്റ് ചെയ്യുക ലഫ്റ്റനൻറ്റ് ഗവർണർക്കുണ്ട്. അത് ഞാൻ ആ വിഷയം പഠിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. കാരണം കേരള അസംബ്ലിയിൽ മുമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അസംബ്ലിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിനിധിക്ക് വോട്ടിങ്ങിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അതേമാതിരി വേറെ ചില സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. നമുക്കറിയാം ഫ്രാങ്ക് ആന്റണി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ CPM-ൻ്റെ ജോൺ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു നമ്മുടെ ഒരു അമെൻമെൻറ്റ് കാരണം. പക്ഷേ നിലനിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ അവരും കൂടെ വരുമ്പോൾ ഭൂരിപക്ഷത്തിൽ കുറച്ചും കൂടെ വ്യത്യാസങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. ഏതായാലും അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആരായാലും വളരെ കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം, കാശ്മീർ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. കാരണം ഇന്ത്യയുടെ ഭരണഘടനക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. പിന്നെ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് നമ്മുടെ അതിൻ്റെ പ്രക്രിയ നമ്മൾ അംഗീകരിക്കണ്ടോ ഇല്ലേ എന്നുള്ളത്, ഞാനും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കാശ്മീരിൽ നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആവും കാശ്മീർ പഴയമാതിരി ആവും എന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ കാശ്മീരിൽ പഠിച്ചതാണ്. അപ്പോൾ തെറ്റായ ഒരു ധാരണയാണ് പുറത്തുനിന്നുള്ളവർക്ക് കാശ്മീരിൽ പഠിക്കാൻ പറ്റില്ല, പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പണ്ട്. അത് തെറ്റാണ്. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ശ്രീനഗറിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ള വേറെ 2-3 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോട്ട ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് ആ കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ തെറ്റായ ന്യൂസുകൾ കാശ്മീരിനെ പറ്റി പരത്തുന്നത് ആര് പരത്തിയെന്നുള്ളതല്ല, പരത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിലക്ക് കാശ്മീരിന് ഒരു സ്ഥിരതയുള്ള ഒരു ഭരണമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ബുദ്ധിയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.